ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് LP-UP നോവൽ സാഹിത്യം 3-ാം ഭാഗമാണ്. ഇതുവരെ നമ്മൾ നോവലുകളും അതിനകത്ത് വരുന്ന കഥാപാത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട 1-2 വസ്തുതകൾ നമ്മൾ നോക്കിയതെങ്കിൽ ആ നോവലിനകത്തു നിന്നും ഇനി PSC എന്തെല്ലാം ചോദിക്കും, എന്താണ് നോവലിലെ കഥ, അത് എന്താണ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. ചന്തു മേനോൻ മലയാള സാമൂഹിക നോവലിന്റെ സ്രഷ്ടാവും ശില്പിയും എന്നറിയപ്പെടുന്ന വ്യക്തി. ഒയ്യാരത്ത് ചന്തു മേനോൻ, ചന്തു മേനോൻ എന്ന് നമ്മൾ അറിയപ്പെടുന്നു. അദ്ദേഹം ആദ്യമായ ലക്ഷണമൊത്ത ഗ്രന്ഥം എഴുതി ഇങ്ങനെ പ്രശസ്തനായി നിൽക്കുന്ന സമയത്ത് ഒരു കൃതി കൂടെ എഴുതാൻ തോന്നി. അങ്ങനെ എഴുതിയ പുസ്തകമായിരുന്നു ശാരദ. നമ്മൾ ഇന്ദുലേഖയെ കുറിച്ച് പറഞ്ഞു അല്ലെ. 1847 ജനുവരി 9 ജനിച്ച ചന്തു മേനോൻ 1889 സെപ്റ്റംബർ 7 അന്തരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം ഡിസംബറിലാണ് പ്രസിദ്ധീകരിക്കുന്നതെന്നൂടെ ഓർക്കണം. അതിനുശേഷം 1/3 ഭാഗം മാത്രം എഴുതി എവിടെയും എത്താതെ പോയ ശാരദയിൽ എന്തു പറ്റി എന്നുകൂടെ നോക്കണം. ഇന്ദുലേഖയെ കുറിച്ച് പറയുന്നില്ല. 1889 അത് പ്രസിദ്ധീകരിച്ചത്. ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായി എഴുതപ്പെട്ട ചന്തുമേനോന്റെ കൃതി തന്നെയാണത്. അതായത് പൂർത്തീകരിക്കപ്പെട്ട ചന്തുമേനോന്റെ നോവൽ. ഇന്ദുലേഖ, മാധവൻ, സൂര്യ നമ്പൂതിരിപ്പാടാണ് കഥാപാത്രങ്ങൾ. അതിലെ എല്ലാ കാര്യങ്ങളും, സമൂഹത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ ഹാസ്യാത്മകമായി അവതരിപ്പിച്ചു. 18-19 നൂറ്റാണ്ടിലാണ് അത് പറയപ്പെടുന്നത്. അതിലെ 18-ാം അധ്യായം വളരെയധികം വിമർശിക്കപ്പെട്ട ഭാഗമായിരുന്നു. ഒഴിവാക്കാമായിരുന്നു എന്ന വിമർശകർ, ഒരുപാട് നിരൂപകർ പറഞ്ഞൊരു ഭാഗമാണ് 18-ാം അധ്യായം. വിവാദ അധ്യായം ഏതാണ് ചോദിക്കും. ഇന്ദുലേഖയിലെ വിവാദ അധ്യായം 18-ാം അധ്യായം തന്നെയാണ്. 18-19 നൂറ്റാണ്ടുകളിലെ പറയുന്ന കഥ കൂടെയാണ് ഇന്ദുലേഖ. അതിൽ നിന്നും ശാരദയിലേക്ക് വരുമ്പോ എന്താണ് സംഭവിച്ചത്? രണ്ടാമത്തെ നോവൽ ശാരദ അദ്ദേഹത്തിന് പൂർത്തിയാക്കാനായില്ല. ശാരദയുടെ 1/3 ഭാഗം രചിക്കുവാനേ വിധി ചന്തു മേനോനെ അത് അനുവദിച്ചുള്ളൂ. അപ്പൊ മനുഷ്യനെ തീക്ഷ്ണഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എഴുതിയതാണ് ശാരദ. അതിലെ നന്മയുണ്ട്, തിന്മയുണ്ട് അല്ലെ, അറിയാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഏതിനകത്തുണ്ട്, ശാരദയിലുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് പരിചിതരായ ഒരുപാട് ആളുകളെയാണ് നമുക്ക് ശാരദയിൽ കാണാൻ സാധിക്കുക. അതും തികച്ചും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് പറയുമ്പോ നമ്മുടെ ചന്തു മേനോന്റെ ജീവിത സാഹചര്യം കോടതിയാണെന്ന് നമുക്കറിയാം. കോടതിയുടെ ലോകത്തെ ആവിഷ്കരിക്കാൻ ആഗ്രഹിച്ചതിനാലാവാം ശാരദയുടെ കഥാബീജമായി ഒരു വ്യവഹാരത്തെ തന്നെ ചന്തു മേനോൻ തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ. സത്യമാണെങ്കിലും സമൂഹത്തിൽ സാധുവാകാൻ കോടതിയുടെ അംഗീകാരം വേണ്ടി വരും. സത്യമാണെങ്കിലും അത് കോടതി അംഗീകരിച്ചാലേ ആ വ്യക്തി അവിടെ സമൂഹത്തിന് മുന്നിലും അംഗീകരിക്കപ്പെടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സത്യമാണ് പുഞ്ചോലക്കര ഇടത്തിലെ അച്ഛന്റെ മരുമകളായ കല്യാണി അമ്മയുടെ പുത്രിയാണ് ശാരദ. അപ്പൊ കല്യാണി അമ്മയുടെ മകളാണ് ആര്? ശാരദ. അച്ഛൻ കല്യാണി അമ്മയെ വൃദ്ധനും വിരൂപനുമായ ഒരു നമ്പൂതിരിക്ക് വിവാഹം ചെയ്യുകയാണ്. പണ്ട് അങ്ങനെയായിരുന്നു. നല്ല വയസ്സായ നമ്പൂതിരിമാർക്ക് അന്തർജനമായി പോകുന്നത് വളരെ പ്രായം കുറഞ്ഞ കുട്ടികളാണ്, പെൺകുട്ടികളാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ കല്യാണി അമ്മയെയും വിവാഹം കഴിപ്പിച്ച് അയക്കുകയാണ്. അങ്ങനെ നമ്പൂതിരിയിൽ നിന്ന് രക്ഷപ്പെട്ട കൃഷ്ണൻ എന്ന വൃത്യനോടുകൂടി വൈത്തിപ്പട്ടർ എന്ന ആശ്രിതനോടൊപ്പം. അപ്പൊ ആരാണ് കൃഷ്ണൻ, ആരാണ് വൃത്യ എന്നൊക്കെ നോക്കണം. അപ്പൊ കൃഷ്ണൻ ആരാണ്? വൃത്യനാണ്. വൈത്തിപ്പട്ടരോ ഒരു ആശ്രിതനാണ്. അപ്പൊ അങ്ങനെ കല്യാണിക്കുട്ടിയമ്മ എങ്ങോട്ട് പോണ? കാശിക്ക് പോണ. കൃഷ്ണനും വൈത്തിപ്പട്ടർക്കും ഒപ്പം കാശിക്ക് പോയ കല്യാണി അമ്മ അവിടെ വെച്ച് കണ്ടുമുട്ടിയ രാമൻ മേനോനുമായി വിവാഹം കഴിക്കാതെ തന്നെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരങ്ങനെ ഒരു കുടുംബമായി പോകുന്ന സമയത്ത് രാമൻ മേനോനും കല്യാണി അമ്മയും കാര്യസ്ഥനായ ശങ്കരനും വൃത്യനായ കൃഷ്ണനുമൊത്ത് കാശിയിൽ താമസിച്ചു. ഇതിനിടയ്ക്ക് നമ്മുടെ വൈത്തിപ്പട്ടര് കാശിക്ക് പോയി എന്ന് പറഞ്ഞല്ലോ നമ്മുടെ കല്യാണി അമ്മയ്ക്കൊപ്പം. അവരുടെ ഏറ്റവും വലിയ കണ്ണെന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഒരാളെ ഇങ്ങനെ ലക്ഷ്യം വെച്ച് പോകുന്നത് കല്യാണി അമ്മയുടെ ആഭരണങ്ങളൊക്കെ തട്ടിയെടുക്കാനായിരുന്നു. അങ്ങനെ അവരുടെ ആഭരണങ്ങൾ തട്ടിയെടുക്കാം എന്ന വൈത്തിപ്പട്ടരുടെ ദുർമോഹം അല്ലെ, വ്യാമോഹം, അതിമോഹം എന്നൊക്കെ പറയില്ല. അങ്ങനെ ആ ദുർമോഹം സഫലമാവില്ല. കാശിയിൽ വെച്ച് നമ്മുടെ കല്യാണി അമ്മ രാമൻ മേനോൻ എന്ന ചിത്രകാരനെ കാണുന്നു, ഇഷ്ടമാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഔപചാരികമായി വിവാഹം കഴിക്കാതെ അവർ ഒരുമിച്ച് താമസിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പൈസ കിട്ടില്ല അല്ലെങ്കിൽ ആഭരണം കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ആരും ഉപേക്ഷിച്ചു പോവാണ് നമ്മുടെ
വൈത്തിപ്പെട്ടവർക്ക് പോകണം. അപ്പോ ശാരദ എന്ന നോവലിലെ ദുഷ്ട കഥാപാത്രം PSCയുടെ മുൻവർഷ ചോദ്യ. ആരാത്? വൈത്തിപ്പെട്ടര. ആരാണ് ശാരദ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ രാമൻ മേനോനും കല്യാണി അമ്മയ്ക്കും ജനിക്കുന്ന മകളാണ് ആര്? ശാരദ. ആ ദമ്പതികൾക്ക് പിറന്ന മകളുടെ പേരാണ് ശാരദ. അപ്പൊ ശാരദയെ കാശിയിൽ വെച്ച് കണ്ടിട്ടുള്ളവരാണ് ശംഖുവാര്യരും പാൽക്കുളങ്ങര ത്രിവിക്രമനും. ചോദിച്ചതാ പാൽക്കുളങ്ങര ത്രിവിക്രമൻ ഏതിലെയാ? ശാരദയിലെ. ഇതിലൂടെ നോക്കി വെക്കുക. അപ്പൊ ഈ രാമൻ മേനോനെ കൃഷ്ണനെയൊക്കെ രാമേശ്വരത്ത് വെച്ച് ആര് കാണാണ്? വീണ്ടും വൈത്തിപ്പെട്ടരെ കാണാണ്. അങ്ങനെയാണ് വൈത്തിപ്പെട്ടരെ കാണുന്നത് പറഞ്ഞാല് നമ്മുടെ രാമൻ മേനോന് വയസ്സൊക്കെ ആയില്ലേ, ഇവർക്ക് ചിത്രമൊന്നും വരയ്ക്കാൻ പറ്റാതായപ്പോ അവിടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തെക്കോട്ട് കാശിക്ക് പോവുക. ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കല്യാണിയമ്മ മരിക്കുന്നുണ്ട്. അപ്പൊ രാമേശ്വരത്ത് വെച്ചിട്ടാണ് ദുർവിധി കല്യാണമ്മയെ അപഹരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ തെക്കോട്ട് തിരിക്കുകയാണ്. അപ്പൊ രാമൻ മേനോൻ, കൃഷ്ണൻ ഇവരെയൊക്കെ ആര് കണ്ടു? വൈത്തിപ്പെട്ടരെ കണ്ടു. തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് ആ നാട്ടിൽ വെച്ചിട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ശാരദയിൽ ഇനി മുന്നോട്ട് പോകുന്നതൊക്കെ. അപ്പോ ഉദയന്തള്ളി രാമവർമ്മ തിരുമുൽപ്പാട് രാമൻ മേനോനെ സ്വന്തം വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിക്കുകയും പിന്നീട് കേസും കൊല്ലാപ്പോക്കായിട്ട് കഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാവും ഭാവി വരനുമായിട്ട് ചന്തു മേനോൻ വിഭാവനം ചെയ്ത വ്യക്തി എന്ന് നമുക്ക് നോക്കാം. രാഘവ മേനോൻ. രാഘവ മേനോനെ രാമൻ മേനോൻ വക്കീലായിട്ട് നിയോഗിക്കുകയാണ്. അച്ഛന്റെ വക്കീലന്മാർ കർപ്പൂരയ്യനും ശാവുമേനോനുമായിരുന്നു. കേസ് നടക്കുമെന്ന ഘട്ടം വരുമ്പോൾ ശാരദയോട് അച്ഛന്റെ അനന്തരവനായ രാഘവൻ ഉണ്ണിയുടെ മകൻ കൃഷ്ണമേനോൻ എന്ന സുമുഖനായ യുവാവ് സഹതപിക്കുന്നതായി കാണാം. ഒരു പക്ഷേ ശാരദയുടെ ഭാവി വരനായി നമ്മുടെ ചന്തുമേനോൻ കണ്ടിട്ടുണ്ടാവുക അദ്ദേഹത്തെ ആയിരിക്കും എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാനേ സാധിക്കൂ. അപ്പൊ ശാരദ പൂർത്തിയാക്കും മുമ്പ് അദ്ദേഹം മരണപ്പെടുകയാണ്. പിന്നീട് 1-2 പേര് ഈ ശാരദ പൂർത്തീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. PSCയുടെ അംഗീകരിച്ച ഉത്തരം സി അന്തപ്പായിയാണ്. ശാരദ പൂർത്തീകരിച്ചെന്നാണ് PSC അംഗീകരിച്ച ഉത്തരം. സി അന്തപ്പായി മാത്രമല്ല, 1/3 ഭാഗം എഴുതിയ സ്ഥിതിക്ക് ബാക്കി ഭാഗങ്ങൾ എഴുതണല്ലോ. സി അന്തപ്പായി, TS അനന്ത സുബ്രഹ്മണ്യം, കുറുപ്പം വീട്ടിൽ ഗോപാലപിള്ള, പയ്യമ്പള്ളി ഗോപാലപിള്ള. അപ്പൊ കുറുപ്പം വീട്ടിൽ ഗോപാലപിള്ളയും പയ്യമ്പള്ളി ഗോപാലപിള്ളയും സി അന്തപ്പായും TS അനന്ത സുബ്രഹ്മണ്യം ഒക്കെ ഈ ശാരദ എഴുതി പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച ആളുകളാണ്. PSCയുടെ ഉത്തരം സി അന്തപ്പായി ആണ്, അത് മറക്കരുത്. അപ്പോൾ നമ്മുടെ ശാരദ എഴുതി പൂർത്തിയാക്കിയത് സി അന്തപ്പായി എന്നും ശാരദ എന്നത് ഓ ചന്തുമേനോന്റെ അപൂർണമായ നോവലാണെന്നും ഓർത്തു വെക്കണം. ജില്ലാ ജഡ്ജി ആയിരുന്ന ചന്തുമേനോൻ തനിക്ക് പരിചിതമായ ജീവിത മണ്ഡലത്തിന്റെ ആരായിരുന്നു? ജില്ലാ ജഡ്ജി ആയിരുന്നു, മുൻസിപ്പായിരുന്നു, വക്കീലായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ജില്ലാ ജഡ്ജി ആയിരുന്ന ചന്തുമേനോൻ തനിക്ക് പരിചിതനായ ജീവിത മണ്ഡലത്തിന്റെ സൂക്ഷ്മ സ്വഭാവങ്ങൾ ആവിഷ്കരിക്കാനാണ് ശാരദയിലൂടെ ശ്രമിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ വ്യവഹാര തർക്കങ്ങൾ അവിടെ കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. സിനിമ കണ്ട തന്നത്താൻ കേസോട് ഇത് പറയുന്ന എല്ലാ സംഭവങ്ങളും ആ സിനിമയ്ക്കൊക്കെ നമ്മൾ കണ്ടുപോയതാ. അപ്പൊ ഈ ജീർണിച്ച സമൂഹത്തിനെതിരെ ഉണരുന്ന സാഹസികമായ യുവത്വത്തിന്റെ ചിത്രീകരണമാണ് ചന്തുമേനോൻ ആഗ്രഹിച്ചത്. ഇന്ദുലേഖയിലായിക്കോട്ടെ ശാരദയിലായിക്കോട്ടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നല്ലതുണ്ട്, ചീത്തയുണ്ട്. അതിന് ചീത്തയ്ക്കൊക്കെ യുവാക്കള് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ചീത്ത കാര്യങ്ങള് ചീത്തയാണെന്ന് വിളിച്ചു പറയാൻ യുവാക്കള് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോ അതൊക്കെ നമ്മുടെ ചന്തുമേനോൻ ആ കാലഘട്ടത്തിൽ എഴുതി ചേർത്തിരുന്നു എന്നാണ് പറയുന്നത്. 3-4 ഭാഗങ്ങളിൽ വികസിക്കേണ്ടിയിരുന്ന ഇതിവൃത്തത്തിന്റെ 1-ാം ഘട്ടം മാത്രമേ ചന്തുമേനോന്റെ ശാരദയിലുള്ളൂ. വൈത്തിപ്പെട്ടരെ പോലെ ഒരുപാട് വൈത്തിപ്പെട്ടർ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട് അല്ലെ. ദുർമോഹികൾ, ദ്രവ്യമോഹികൾ എന്ന് വേണമെങ്കിൽ പറയാം. ദ്രവ്യം, ഇതിലൊരു വാക്കുണ്ട് ദ്രവ്യമോഹികൾ. എന്താ ദ്രവ്യമോഹികൾ? ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്വത്ത് തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ദ്രവ്യം എന്ന് പറഞ്ഞാൽ പൈസ, സമ്പത്ത്, ആഭരണം ഒക്കെ അതിനകത്ത് വരുന്നതാ. ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇന്ദുലേഖയിലും പറയുന്നുണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത അല്ലെ. അതുപോലെ തന്നെ ലേഖയിലുള്ളതുപോലെ ശാരദയിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കാൻ ഗ്രന്ഥകാരൻ മറക്കുന്നില്ല. രാമൻ മേനോന്റെ ആത്മകഥാ കഥനത്തിൽ നിന്ന് അത് വ്യക്തമാണ്. ഓക്കെ, ഇംഗ്ലീഷ് പഠിച്ചാലേ സ്വതന്ത്ര ബുദ്ധിയും അഭിമാന ബോധവും പ്രവൃത്തമാകുന്ന ആശയം എവിടെ ഉണ്ടാവണം എന്നുള്ള വാശിയൊന്നും നമ്മുടെ ചന്തുമേനോനില്ല. ഓക്കെ, അതില് ശാരദയുടെ അമ്മയ്ക്ക് ഇംഗ്ലീഷ് വശമാണെന്ന സൂചനയും നോവലിലില്ല. ഓക്കെ, അപ്പൊ അത് നോക്കുക. ഇത് മലയാള നോവൽ സാഹിത്യ ചരിത്രം, ആധുനിക മലയാള സാഹിത്യ ചരിത്രം തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഇത്തരം വിവരങ്ങളൊക്കെ നമ്മുടെ
മലയാള ഭാഷാ പഠനത്തിന് സംഭാവന നൽകിയെന്നുള്ളത് ഓർത്തു വയ്ക്കണം. എന്നത് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന CV രാമൻപിള്ളയെ കുറിച്ചാണ്. അപ്പൊ ചന്തുമേനോനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ദിവസങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം, ഇന്ദുലേഖയും ശാരദയും. CV രാമൻപിള്ള, കേരള സ്കോട്ട്, വാഗ്ദേവതയുടെ വീരഭട്ടൻ. സ്കോട്ടിനെ പോലെ ചരിത്ര നോവൽ എഴുതിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് പേര് കൊടുത്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ 3 നോവൽ ചരിത്ര ഖ്യായികൾ എന്നാണ് അറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, ധർമ്മരാജ. 1858 മെയ് 19 തിരുവനന്തപുരത്താണ് CV രാമൻപിള്ള ജനിച്ചത്. 1929 മാർച്ച് 20 അന്തരിക്കുകയും ചെയ്തു. അപ്പൊ 1858 1929 ഇടയ്ക്കുള്ള ആ ജീവിത ഘട്ടത്തിൽ അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകളെ കുറിച്ച് നോക്കാം. മലയാള നോവൽ സാഹിത്യത്തിൽ കുലപർവ്വതം പോലെ ശിരസുയർത്തി നിൽക്കുന്ന സർഗധനനാണ് CV രാമൻപിള്ള എന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ സമീപത്തിൽ കേരളീയരായ മറ്റു നോവൽ എഴുത്തുകാർ ആദിത്യ ഭഗവാന്റെ തേജപ്രസരത്തിൽ പകൽ വിളക്കുകൾ പോലെ മങ്ങിപ്പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രഭയാണ് ചുറ്റും. ആ പ്രഭയ്ക്ക് ചുറ്റും നിൽക്കുന്ന മറ്റു എഴുത്തുകാരെല്ലാം ഇപ്പോഴും മങ്ങിയാണ് നിൽക്കുന്നത്. അത്രയും എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രമാണ് ആര്? CV രാമൻപിള്ള എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ എന്താണ് CV രാമൻപിള്ളയുടെ കഥകളിലുള്ളത്? മലയാളത്തിലെ ചരിത്ര യായിക പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായി CV രാമൻപിള്ള അറിയപ്പെടുന്നു. മലയാളത്തിലെ ചരിത്ര ഗ്യായിക പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ട് CV രാമൻപിള്ളയാണ് അറിയപ്പെടുന്നത്. 1891 പ്രസിദ്ധീകരിച്ച CV-യുടെ മാർത്താണ്ഡവർമ്മയാണ് ആദ്യത്തെ മലയാള ചരിത്ര നോവൽ. 1891 ആദ്യ മലയാള ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ എഴുതി 23 വർഷങ്ങൾക്ക് ശേഷം, എത്ര വർഷം? 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ധർമ്മരാജ എഴുതുന്നത്. അപ്പോ നോവൽ എഴുതുന്ന പറഞ്ഞാല് ചില്ലറ പണിയല്ല. ആദ്യത്തെ നോവൽ കഴിഞ്ഞ്, ഒരു ചരിത്ര നോവൽ കഴിഞ്ഞ് 23 വർഷം കഴിഞ്ഞ മൂപ്പര് അടുത്തൊരു നോവൽ ഇറക്കിയത്. ഏതാ? ധർമ്മരാജ. വീണ്ടും 7 വർഷം കഴിഞ്ഞിട്ടാണ് മൂപ്പര് രാമരാജ ബഹദൂർ ഇറക്കിയത്. വെറുതെ പുസ്തകം ഇറക്കായിരുന്നില്ല. അത്രയും ഗഹനമായ പഠനവും അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചിട്ടാണ് 3ാമത്തെ നോവലും വന്നത്. ഏതായിരുന്നു അത്? ധർമ്മരാജ കഴിഞ്ഞ് രാമരാജ ബഹദൂർ. ഇംഗ്ലണ്ടിന് സ്കോട്ടും, ഫ്രാൻസിന് ദ്യൂമയും, ബംഗാളിന് ബങ്കിം ചന്ദ്രയും, മഹാരാഷ്ട്രത്തിന് ഹരിനാരായണ ആപ്തയും. എങ്ങനെയായിരുന്നു? അങ്ങനെയാണ് കേരളത്തിന് CV രാമൻപിള്ള എന്ന് പറഞ്ഞു. ബംഗാളിന് ബങ്കിം ചന്ദ്ര ചറ്റർജി, മഹാരാഷ്ട്രയ്ക്ക് ഹരിനാരായണ ആപ്തെ, ഇംഗ്ലണ്ടിന് സ്കോട്ട്, ഫ്രാൻസിന് ദ്യൂമ. അതുപോലെയാണ് നമുക്ക് CV രാമൻപിള്ള എന്നാണ് ഉള്ളൂര് അദ്ദേഹത്തിനെ കുറിച്ച് കേരള സാഹിത്യ ചരിത്രം എന്ന പുസ്തകത്തിൽ, ഉള്ളൂരിന്റെ പുസ്തകം കേരള സാഹിത്യ ചരിത്രം എന്ന പുസ്തകത്തിൽ ആര് പറയുന്നത്? ഉള്ളൂര് പറയുന്നത്. തിരുവിതാംകൂർ രാജചരിത്രത്തെ അടിസ്ഥാനമാക്കിയാണ് CV തന്റെ 3 ആഖ്യായികളും തിരുവിതാംകൂർ രാജചരിത്രത്തെ കുറിച്ചാണ് ആ 3 എണ്ണത്തിലും പറഞ്ഞതെന്ന് പറയുന്നത്. വഞ്ചി രാജ്യചരിത്രത്തിലെ ഏറ്റവും സ്മരണീയമായ ഒരു ഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ് CV-യുടെ കൃതികളുടെ അസ്ഥിവാരം. വഞ്ചി രാജ്യചരിത്രം അല്ലെ? മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ എന്നിവരുടെ കാലത്താണല്ലോ 8 വീട്ടിൽ പിള്ളമാരുടെ പ്രാബല്യം, തമ്പിമാരുടെ രാജ്യാവകാശവാദം, മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം, സന്ധി, അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണ്? കാർത്തിക തിരുനാളിന്റെയും മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ അതിനെല്ലാം മുൻനിർത്തിയാണ് ഈ 3ഉം എഴുതിയതെന്നാണ് പറയുന്നത്. അപ്പൊ അവരെല്ലാം ഏതിൽ വരുന്നുണ്ട്? ഈ ചരിത്ര ആഖ്യായികകളിൽ വരുന്നുണ്ട്. ചില മുഖ്യ കഥാപാത്രങ്ങൾ മുന്നിലും കാണാം. തിരുവിതാംകൂർ ഭരണത്തെ ചൊല്ലിയുള്ള മക്കത്തായ മരുമക്കത്തായ അവകാശികൾ തമ്മിലുള്ള വഴക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാ മുഖ്യ കഥാപാത്രങ്ങൾ ഈ 3 കൃതിയിലും കാണാം. അതെന്തുകൊണ്ടാ? തിരുവിതാംകൂർ ഭരണത്തിലെ മക്കത്തായും മരുമക്കത്തായും അവരുടെ അവകാശികൾ തമ്മിലാകുമ്പോ ക്രമേണ ആ പേരുകളെല്ലാം ഈ 3ൽ ഇങ്ങനെ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോ അവരുടെ ഇടയിലുണ്ടാകുന്ന വഴക്കാണ് ആദ്യം മാർത്താണ്ഡവർമ്മയിൽ വരുന്നത്. പിന്നെ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ അമ്മാവൻ രാമവർമ്മ രാജാവിന്റെ മക്കളായ തമ്പിമാരും തമ്മിലുള്ള അവകാശ സ്ഥാപന സമരമാണ് അതിനകത്തുള്ള കഥാവസ്തുത. പിന്നെ വീണ്ടും നമ്മൾ നോക്കുന്നത് ഹൈദരലിയുടെ ചാരന്മാര് തിരുവിതാംകൂറിൽ വേഷപ്രചരനായിട്ട് വന്നിട്ട് രാജാ കേശവദാസിന്റെ നേതൃത്വത്തിൽ രാജഭക്തർ തന്ത്രപൂർവം പരാജയപ്പെടുത്തുന്നതാണ് ധർമ്മരാജയിൽ. അപ്പൊ ധർമ്മരാജയിൽ എന്താ? ഹൈദരലിയുടെ ചാരന്മാർ തിരുവിതാംകൂറിൽ വേഷപ്രചരനായിട്ട് വരുന്ന സമയത്ത് രാജാ കേശവദാസിന്റെ നേതൃത്വത്തിലുള്ള രാജഭക്തർ തന്ത്രപൂർവം
ഇടപെടുന്നതാണ് ധർമ്മരാജ. രാജയാണ് രാജ കേശവദാസ്. ഓർത്തിക്കണം. അപ്പൊ ധർമ്മരാജയിലെ കഥ ആരംഭിക്കുന്നത് കൊല്ലവർഷം 929 ശിവരാത്രി ദിവസമാണ്. അന്ന് കുളപ്രക്കോട്ട് കുഞ്ചുപ്പിരാട്ടിത്തമ്പി ഇതിലാ ധർമ്മരാജയിലാ വീട്ടിൽ നിന്നും ആ ഭവനം കുളം തോണ്ടുമെന്ന് ശപിച്ചുകൊണ്ട് കേശവൻ എന്ന കോമള ബാലൻ ഇറങ്ങി പോവുകയാണ്. അപ്പൊ കേശവൻ ധർമ്മരാജയിലാണെന്ന് ഓർക്കണം. ഓക്കെ. ചന്ദ്രക്കാരന്റെ ദുർമോഹം ദിവാഞ്ചി പദം നേടിയെടുക്കും. ചന്ദ്രക്കാരൻ എതിരാണ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. ചന്ദ്രക്കാരൻ എതിരാ ധർമ്മരാജ. ഒന്നുകൂടെ പറയാം. ചന്ദ്രക്കാരൻ, കുഞ്ചുപ്പിരാട്ടിത്തമ്പി, കേശവൻ ഏതിലെയാണ്? ധർമ്മരാജയാണ്. ധർമ്മരാജ. ചന്ദ്രക്കാരൻ മറക്കരുത്, ധർമ്മരാജയിലുള്ളതാണ്. അപ്പൊ അതാണ് അതിൽ പറയുന്നതെങ്കിൽ അവസാനം നമ്മൾ വീണ്ടും വരുന്നത് രണ്ടിടങ്ങഴിയിലേക്ക്. CV രാമപിള്ള കഴിഞ്ഞെടുത്തത് തകഴിയായിരുന്നു അല്ലേ? തകഴി ശിവശങ്കര പിള്ള, കേരള മൊപ്പസാങ്, കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി. രണ്ടിടങ്ങഴി തകഴിയുടെ ആദ്യമായി സിനിമയാക്കപ്പെട്ട നോവല. TJ ആന്റണി ആദ്യമായി അഭിനയിച്ച സിനിമയാണ് രണ്ടിടങ്ങഴി എന്ന് പറഞ്ഞു. പകലന്തിയോളം പാടങ്ങളിൽ പണിയെടുത്ത് പൊൻകതിരുകൾ വിളയുന്ന കർഷകനാ. അന്നും ഇന്നും എന്നുമുള്ളത് പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും കുറെ ആവലാദികളും വേവലാദികളും മാത്രമാണ്. അതിനെക്കുറിച്ചെല്ലാം എഴുതിയ കുട്ടനാടിന്റെ ജീവത്തുടുപ്പറയുന്ന കൃതി കൂടെയാണ് രണ്ടിടങ്ങഴി. അവശരും മർദ്ദിതരുമായ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി വർഗത്തിന്റെ ബോധത്തോടെ ഉണർന്നെഴുന്നേറ്റ് ചൂഷണത്തെ പരാജയപ്പെടുത്തുന്ന കൃതി. എട്ടുതറയിൽ കാളിപ്പറയന്റെയും കുഞ്ഞാളിയുടെയും മകളാണ് ചിരുത. ചിരുത ഇതിലെ കഥാപാത്രമാണ് രണ്ടിടങ്ങഴി. കാളിപ്പറയന്റെയും കുഞ്ഞാളിയുടെയും മകളായ ചിരുത നല്ല ഒന്നാം തരം വേലക്കാരിയാണെന്നാണ് പറയുന്നത്. വളരെ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആർക്കും വിവാഹം കഴിച്ചു കൊടുക്കില്ല. എന്തുകൊണ്ടാണ്? പെണ്ണ് ചോദിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് സ്ത്രീധനാണെങ്കിൽ അന്ന് സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് പൈസ വേണം. അങ്ങനെ ഒരു സമ്പ്രദായത്തിലായിരുന്നു. അവളെ ഒരുപാട് ആഗ്രഹിച്ച് കാളിപ്പറയൻ അവൾക്ക് കൊടുത്ത വില 50 രൂപയും 25 പറ നെല്ലുമായിരുന്നു. ആ 50 രൂപയും 25 പറ നെല്ലും പുഷ്പവേലിയിൽ ഈസേപ്പിന്റെ അടുത്ത് നിന്നും ഓണപ്പണിക്ക് നിൽക്കാമെന്ന ഒരു കരാറില് കുഞ്ഞാപ്പി അങ്ങനെ കൊടുത്ത് വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ കുഞ്ഞാപ്പി കടം വാങ്ങി ചിരുതയെ വിവാഹം കഴിച്ചു. നാട്ടുതടുപ്പിനെയൊക്കെ എതിർത്തിട്ടാണ് ചിരുതയെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് ആരെ പുറത്താക്കി? കുടുംബക്കാരും നാട്ടുകാരൊക്കെ നമ്മുടെ കുഞ്ഞാപ്പിയെ പുറത്താക്കി. അങ്ങനെ കുഞ്ഞാപ്പി എന്ത് ചെയ്യാണ്? ആ പുഷ്പവേലി ഈസേപ്പിന്റെ തോട്ടില്, ഔസേപ്പ് എന്ന് പറയാം, അതാണ് ഈസേപ്പ്, ഔസേപ്പിന്റെ പാടത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. ആ പണിയെടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ തൊഴിലാളി വർഗത്തിന്റെ ചൂഷണത്തിനെതിരെയുള്ള ആ പടം ഇങ്ങനെ പൊരുതി നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ ക്രിസ്തുമതത്തിൽ നിന്ന് ഹിന്ദുമതത്തിലേക്കും ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്കുമുള്ള പരിവർത്തനമൊക്കെ നടക്കുന്നത്. അങ്ങനെ ക്രിസ്തു ഹിന്ദുവായും പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ കുഞ്ഞാപ്പി പത്രോസായി, യോഹന്നാൻ അനന്തനായി. കുഞ്ഞാപ്പി ആരായി? പത്രോസായി. ചിരുതയുടെ കുഞ്ഞാപ്പി പത്രോസും യോഹന്നാൻ അനന്തനുമായി. ഹിന്ദു ടു ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ ടു ഹിന്ദു. ആ ഒരു കാലഘട്ടം. കൊയ്ത്തുകാലത്ത് വെള്ളം കുടിക്കുന്ന ഒരു കറ്റ സ്വന്തമായി എടുത്ത കോരനെ മുതലാളി അവഹേളിക്കുന്നതോടുകൂടി തൊഴിലാളി വർഗ ബോധം ആർക്ക് വരികയാണ്? കുഞ്ഞാപ്പിക്ക് വരികയാണ്. അങ്ങനെ തൊഴിലാളി പ്രസ്ഥാനമായിട്ട് അവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആത്മാഭിമാനം വ്രണപ്പെട്ടപ്പോ അവൻ പുതിയൊരാളായി മാറുകയാണ്. മുതലാളി കൂലി കുറച്ചപ്പോ കോരൻ തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരത്തിന് ഇറങ്ങുകയാണ്. ഒരു ദിവസം രാത്രി കുടിലെത്തിയ കോരൻ കാണുന്നത് ചാക്കോ ചിരുതയെ ബലാത്കാരപ്പെടുത്തുന്നതായി. അങ്ങനെ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ അടിച്ചു കൊല്ലുകയാണ്. കോരന് 15 വർഷം ജയിൽവാസമായിരുന്നു. പൂർണ്ണ ഗർഭിണിയായ ചിരുതപ്പെണ്ണിനെ ആരെയാണ് ഏൽപ്പിച്ചു പോയത്? കൂട്ടുകാരനായ ചാത്തനെ ഏൽപ്പിച്ചു പോയാണ്. കൂട്ടുകാരനായ ചാത്തനെ ഏൽപ്പിച്ചു പോയ ചിരുതയും ചാത്തനും നല്ല സഹോദരന്മാരായിട്ട് അങ്ങനെ പോവുകയാണ്. ഒരു സാഹോദര്യത്തിന്റെ കഥ കൂടെ അവിടെ പറയപ്പെടുന്നുണ്ട്, രണ്ടിടങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് കൃഷിഭൂമി, കൃഷിക്കാർക്ക് അങ്ങനെ മൂപ്പര് തിരിച്ചു വരുന്ന സമയത്ത് ചിരുതയ്ക്ക് ജനിക്കുന്ന കുഞ്ഞിനെ കാണുകയാണ്. വെളുത്ത കൊച്ചു കൈ ചുരുട്ടി കൃഷിഭൂമി കർഷകർക്ക് എന്ന് ഉറക്കെ നിലവിളിക്കുന്ന അല്ലെങ്കിൽ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു ചിത്രത്തിലാണ് അത് അവസാനിക്കുന്നത്. നമ്മുടെ ചിരുതയ്ക്കും കുഞ്ഞാപ്പിക്കും ഉണ്ടായ മകൻ പുതിയൊരു കാലഘട്ടത്തിന്റെ പ്രതീക്ഷയാണെന്ന് പറയാതെ പറഞ്ഞു വെച്ച് അവസാനിപ്പിച്ചതാണ് രണ്ടിടങ്ങഴി. കൃഷിഭൂമി കർഷകർക്ക് എന്ന
ഉറക്കെ വിളിച്ചു പറയുകയാണ് ആ കൈപ്പത്തി ഉയർന്നു നിൽക്കുന്ന കൈപ്പത്തിയിലൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ കുട്ടനാടൻ കർഷക തൊഴിലാളികളുടെ വർഗ സമര കഥ കൂടെയാണ് ഏത് രണ്ടിടങ്ങളിൽ. ഓക്കെ, അടുത്തത് തകഴിയുടെ തന്നെ ഓർത്തു വയ്ക്കപ്പെടേണ്ട ഒരു കൃതിയാണ് നമ്മൾ പറഞ്ഞ കയർ, ചെമ്മീൻ, അതുപോലെ തന്നെ ഏണിപ്പടികൾ ഒക്കെ ഓർത്തു വയ്ക്കുക. തോട്ടിയുടെ മകൻ, അരനാഴിക നേരം നമ്മൾ നേരത്തെ പറഞ്ഞതാ, പാറപ്പുറം, കുഞ്ഞോനാച്ചൻ എന്ന കഥാപാത്രം വളരെ എടുത്തു ചോദിക്കുന്ന ചോദ്യമാണ്. കുഞ്ഞോനാച്ചൻ ഇതിലെയാണ് അരനാഴിക നേരം. ക്രിസ്തീയ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള നോവലാണ് അരനാഴിക നേരം. കുഞ്ഞോനാച്ചനാണ് നോവലിലെ കേന്ദ്ര കഥാപാത്രം. കുഞ്ഞോനാച്ചനിലൂടെ വളരുകയും കുഞ്ഞിനാച്ചനിലൂടെ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു നോവൽ. കുഞ്ഞോനാച്ചനാണ് എല്ലാം. മൂപ്പരാണ് ആ കഥ കൊണ്ടുവന്നതും മൂപ്പരാണ് ആ കഥ അവസാനിപ്പിക്കുന്നതും. വൃദ്ധനായ കുഞ്ഞോനാച്ചൻ 5 ആൺമക്കളും ഒരു പെൺമക്കളുമാണുള്ളതിൽ മൂത്ത മകനും ആകെ ഉണ്ടായിരുന്ന ഒരു പെൺമക്കളും കാലാന്തരപ്പെടുകയാണ്. പീലിപ്പോയ അച്ചായൻ, കീവറയത്, ചാത്തുകുട്ടി, കുഞ്ഞു ചെറുക്കൻ, ചാത്തുകുട്ടി, കീവറയത്, പീലിപ്പോയ ചായൻ തുടങ്ങിയവയാണ് അതിലെ മറ്റു കഥാപാത്രങ്ങൾ നമ്മൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, വ്യത്യസ്ത മതങ്ങളാണെങ്കിലും മതങ്ങളുടെ അടിത്തട്ടെല്ലാം ഒന്ന് തന്നെയാണ്. ബൈബിളിന്റെയും രാമായണത്തിന്റെയും സന്ദേശങ്ങൾ ഒന്ന് തന്നെയാണെന്ന് നമ്മുടെ കുഞ്ഞോനച്ഛന് അറിയാം. ഇന്ന് പലർക്കും അറിയാതെ പോകുന്നൊരു കാര്യം അല്ലെ. അപ്പൊ വ്യത്യസ്ത മതങ്ങളാണെങ്കിലും മതങ്ങളുടെ അടിത്തട്ടെല്ലാം ഒന്ന് തന്നെയാണെന്നും ബൈബിളിന്റെയും രാമായണത്തിന്റെയും സന്ദേശങ്ങൾ ഒന്ന് തന്നെയാണെന്നും കുഞ്ഞോനച്ഛൻ അറിയാം. അദ്ദേഹത്തിന് എപ്പോഴും ഓരോ സുവിശേഷങ്ങൾ പറയാനുണ്ടാകും. കുഞ്ഞോനച്ഛൻ മക്കളെയെല്ലാം വളർത്തുന്നതും കഷ്ടപ്പെടുന്നതും മാത്തുക്കുട്ടി, അതുപോലെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. തോമസ് സാറും അവര് തമ്മിലുള്ള ആത്മബന്ധങ്ങൾ, അത് നമ്മുടെ സമൂഹത്തില് വ്യക്തികൾ തമ്മിൽ മാത്രമല്ല, കുടുംബങ്ങൾ തമ്മിലും അയൽക്കാർ തമ്മിലുള്ള സ്നേഹബന്ധം കൂടെ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കുഞ്ഞോനച്ഛനിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. കുഞ്ഞോനച്ഛനിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതല്ലേ അരനാഴിക നേരത്തിന്. വളരെ വളരെ മനോഹരമായ പാറപ്പുറത്തിന്റെ നോവലാണ്. നിർബന്ധമായിട്ടും വായിച്ചിരിക്കുന്ന ഒരു നോവല് തന്നെയാണ് അരനാഴിക നേരം. സാറാ ജോസഫ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യ മാറ്റാത്തി. പലരും ആദ്യമായിട്ട് കേട്ടത് അന്നാ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു വെച്ച പോയ കാര്യം. ഇതൊരു മുൻവർഷ ചോദ്യം VSCയുടെ. മാറ്റാത്തി ആരാ? സാറാ ജോസഫ് ആണ്. സാറാ ജോസഫ്. ആലാഹയുടെ പെൺമക്കൾ, കൊക്കാഞ്ചിറ മറിയം എന്ന ശക്തമായ സ്ത്രീ കഥാപാത്രം ഏത് നോവലിലേതാണ് ചോദിക്കും. അത് ആലാഹയുടെ പെൺമക്കളാണ്. വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ആലാഹയുടെ പെൺമക്കൾ. സാറാ ജോസഫിന് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ആലാഹയുടെ പെൺമക്കൾ. കൊക്കാഞ്ചിറ മറിയം എന്ന കരുത്തുറ്റ സ്ത്രീ കഥാപാത്രം ഏതിനാണ് ചോദിച്ചത്? നിർബന്ധമായിട്ട് ഉത്തരേതണം ആലാഹയുടെ പെൺമക്കൾ. വയലാർ പുരസ്കാരം നേടിയ കൃതികൾക്കൊക്കെ അത്രയധികം പ്രാധാന്യമുണ്ട്. സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ അവയല്ല. ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിന്റെ തുടർച്ച പോലെ സംഭവിച്ച നോവലാണ് സാറാ ജോസഫിന്റെ മാറ്റാത്തി. ഇപ്പൊ ആലാഹയുടെ പെൺമക്കളുടെ തുടർച്ചയാണെന്ന് പറയാം ഏത് മാറ്റാത്തി. ലൂസിയുടെ ഉളർച്ചയും കാഴ്ചകളുമാണ് ഈ കൃതിയിൽ ചേതോഹരമായി നിറയുന്നത്. ചരിത്രത്തിന്റെ നെടുങ്കൻ പാതകളിലൂടെയല്ല, ഊടുവഴികളിലൂടെയാണ് ലൂസി സഞ്ചരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ധനികയും വൃദ്ധയുമായ ബ്രിജിത്തയുടെ ആശ്രിതയായി ചെറുപ്പം മുതൽ കഴിഞ്ഞുകൂടുകയാണ് നമ്മുടെ ലൂസി. ലൂസി ഏതിലാണ്? മാറ്റാത്തി. ബ്രിജിത്തം ഏതിലാണ്? മാറ്റാത്തി. ഓക്കെ, അപ്പൊ സലീനയൊക്കെ അതില് കഥാപാത്രമായിരുന്നു. നിർബന്ധമായിട്ടതൊക്കെ ഓർത്തു വെക്കുക. മറിയപുരം എന്ന ദേശവും ഏതില് തന്നെയാണോ? മാറ്റാത്തിയിലാണ്. മറിയപുരം എന്ന ദേശം ഏതിലെയാണ്? മാറ്റാത്തിയിലാണ്. അതോടെ നോക്കി വയ്ക്കുക. ഗ്രാമത്തിൽ എങ്ങനെ ഓരോ സമയത്തും നടക്കുന്ന മാറ്റങ്ങൾ, നെൽവയലൊക്കെ മണ്ണിട്ട് നികത്തുകയൊക്കെ ഏതിൽ വരുന്നുണ്ട്? അതെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും സാറാ ജോസഫിന്റെ കൃതികളിൽ പറഞ്ഞു വെക്കാറുണ്ട്. അതോടെ ഓർത്ത് വയ്ക്കുക. പ്രമേയത്തിലും ഭാഷാതലത്തിലും ചില സവിശേഷതകൾ ഈ നോവലിൽ ശേഷിക്കുന്നുണ്ട്. ചരിത്രത്തിൽ വിശാലമായ രാജപാത്രകൾ മാത്രമല്ല, ഒട്ടേറെ ഊടുവഴികൾ കൂടിയുണ്ടെന്ന് ഈ നോവൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭാഷയിലെ ഉത്കർഷ ബോധത്തെ തകർത്തുകൊണ്ട് ഓരോ ഗഡോത്കടമായ ഭാഷ അതിൽ നിന്നും മാറിക്കൊണ്ട് നോവലിൽ സാധാരണക്കാരന്റെ ഭാഷ പറയാൻ ശ്രമിച്ച ബഷീറിനെ നമുക്കറിയാം. അതുപോലെ സാധാരണക്കാരന്റെ ഭാഷ പറയാൻ ശ്രമിച്ച മറ്റൊരു വ്യക്തിയുടെയാണ് ആരാ? സാറാ ജോസഫ്. ആരാണ്? സാറാ ജോസഫ്. സാറാ ജോസഫിന്റെ മാറ്റാത്തി ലൂസിയിൽ അവസാനിക്കുകയാണ് അല്ലെ. ഇത്തരത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ പറഞ്ഞു പോയ നോവലുകളും ഇതിവൃത്തവും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കെ ഒരു റിവിഷൻ നമുക്ക് നോക്കാം. അരനാഴിക നേരം എന്ന നോവൽ എഴുതിയത് പാറപ്പുറത്ത്. മാറ്റാത്തി എന്നാണ് പേര്. ആരാ?
സാറ ജോസഫ് എഴുതിയതാണ്. അതുകൂടാതെ സ്ഥിരം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ശാരദ, ചന്തു മേനോൻ, ധർമ്മരാജ, CV രാമൻപിള്ള, രണ്ടിടങ്ങഴി, തകഴി. ഇതിനൊപ്പം നോവലുകളെ കുറിച്ച് നമുക്കറിയാൻ വഴിത്തിരിവായ പുസ്തകങ്ങൾ കൂടെയുണ്ട്. നോവൽ സാഹിത്യം എന്ന സഹായ ഗ്രന്ഥം MP പോളിന്റേതാണ്. നോവൽ സാഹിത്യം എഴുതിയത് MP പോൾ. നോവൽ സാഹിത്യ ചരിത്രം ചോദിക്കാൻ സാധ്യതയുണ്ട്. നോവൽ സാഹിത്യ ചരിത്രം എഴുതിയത് പ്രൊഫസർ KM തരകൻ. പ്രൊഫസർ KM തരകന്റെ പുസ്തകമാണ്. മലയാള നോവലിനെ കുറിച്ച് നമുക്ക് ഏറ്റവും അധികം പറഞ്ഞു തന്ന വ്യക്തി കൂടിയാണ് പ്രൊഫസർ KM തരകൻ. പ്രൊഫസർ KM തരകന്റെ പുസ്തകമാണ് നോവൽ സാഹിത്യ ചരിത്രം. മലയാള നോവൽ 19ാം നൂറ്റാണ്ടിൽ ഡോക്ടർ ജോർജ് ഇരുമ്പയം എഴുതിയതാണ്. 19ാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു നമ്മുടെ മലയാള നോവൽ എന്നുള്ളത്. മലയാള നോവൽ 19ാം നൂറ്റാണ്ടിൽ ഡോക്ടർ ജോർജ് ഇരുമ്പയം ചോദ്യമാണ്. ഡോക്ടർ ജോർജ് ഇരുമ്പയം മലയാള നോവൽ 19ാം നൂറ്റാണ്ടിൽ. ആദ്യകാല മലയാള നോവൽ എന്ന ഗ്രന്ഥം എഴുതിയത് പ്രൊഫസർ തുമ്പമൺ തോമസ് എഴുതിയ പുസ്തകമാണ് ആദ്യകാല മലയാള നോവൽ. ചരിത്ര നോവൽ മലയാളത്തിൽ കൽപ്പറ്റ ബാലകൃഷ്ണൻ. ചരിത്ര നോവൽ മലയാളത്തിൽ കൽപ്പറ്റ ബാലകൃഷ്ണൻ. MK കൃഷ്ണൻ എഴുതിയതാണ് CV ചരിത്ര ആഖ്യായികകളിലൂടെ എഴുതിയത് MK കൃഷ്ണൻ. പ്രതിപാത്രം ഭാഷണഭേദം വയലാർ പുരസ്കാരം N കൃഷ്ണപിള്ളിക്ക് നേടിക്കൊടുത്ത കൃതിയാണ് പ്രതിപാത്രം ഭാഷണഭേദം. ചോദിക്കും, നിർബന്ധമായിട്ടും പഠിക്കണം. നോവൽ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞതാണ്. നോവൽ സാഹിത്യത്തിന് ഒരു നിരൂപണ ഗ്രന്ഥം എന്ന് പറയാം. നോവലുകളെ കുറിച്ച് പറഞ്ഞൊരു ഗ്രന്ഥമാണ് പ്രതിപാത്രം ഭാഷണഭേദം. നോക്കുക, N കൃഷ്ണപിള്ളിക്ക് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ്. എന്നോട് ഓർത്തു വെക്കുക, പ്രതിപാത്രം ഭാഷണഭേദം. ദൈവനീതിക്കു ദാക്ഷിണ്യമില്ല ഡോക്ടർ K ഭാസ്കരൻ നായരുടെ കൃതിയാണ്. നോവൽ നമ്മുടേതും അവരുടേതും. GN പണിക്കർ എഴുതിയതാണ് നോവൽ നമ്മുടേതും അവരുടേതും. നോവലും രാഷ്ട്രീയവും AM വാസുദേവൻ പിള്ള. നോവലും രാഷ്ട്രീയവും. അപ്പൊ നമ്മള് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഇതുവരെ ചോദിച്ച ചില ചോദ്യങ്ങളുമാണ്. നോവലുകൾ എന്ന ഒരു ഭാഗം ഇവിടെയും അവസാനിക്കുന്നില്ല. മുൻവർഷ ചോദ്യങ്ങളും അവയുടെ വിശദീകരണവുമായി നോവൽ സാഹിത്യം ഇനിയും തുടരുക തന്നെ ചെയ്യും. നമ്മള് നോവൽ സാഹിത്യത്തിന്റെ വളരെ പ്രധാനമായ ഭാഗങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.